ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മെയ് മാസം 1-ാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടുകൂടി മേടം രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഇടവൻ രാശിയിലോട്ട് മാറുന്നത് മിഥുനക്കൂറുകാർക്ക് എന്തൊക്കെ ആണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം. മകയിരം 2-ാം പകുതി, തിരുവാതിര, പുണർതം, മുക്കാല, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഈ മിഥുനക്കൂറിലുള്ളത്. ഇവർക്കിതുവരെ 11-ാം ഭാവത്തിലായിരുന്നു വ്യാഴം സഞ്ചരിച്ചിരുന്നത്. ഇത് വളരെ അനുകൂലമായിരുന്നു എന്ന് വേണം പറയാൻ. പല നേട്ടങ്ങളും തന്നു. അതുപോലെ വിവാഹം, സന്താനഭാഗ്യം, ധനനേട്ടം, ഓഫീസിൽ പ്രമോഷൻ, സ്ഥാനമാന ലാഭം, വിദ്യാവിജയം, അങ്ങനെ പല പല നേട്ടങ്ങളും തന്നു. എന്നാൽ മെയ് 1-ാം തീയതി വ്യാഴം 12-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. ഇത് അത്ര നന്നല്ല. 11-ൽ ധനനേട്ടം തന്നു എങ്കിൽ 12-ൽ ധനച്ചിലവ് അധികമായിട്ട് വരുത്തും. അധികവും നല്ല കാര്യത്തിനായിരിക്കും ഈ ചിലവാക്കുന്നത്, പക്ഷേ ധനക്ലേശം നന്നായിട്ട് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതിപ്പോൾ ധനച്ചെലവെന്ന് പറഞ്ഞാലും വീട് വാങ്ങിക്കുന്നതിനോ ഭൂമി വാങ്ങിക്കുന്നതിനോ വാഹനം വാങ്ങിക്കുന്നതിനോ ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ വാഹനം വാങ്ങുന്നതിന് കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. ഇനിയിപ്പോൾ വാഹനം പുതിയതല്ല വെച്ചാൽ വാഹനം പഴയത് മാറ്റിയെടുക്കലോ അത് മെയിൻ്റനൻസിനോ ഒക്കെ ആയിട്ട് തന്നെ നല്ലൊരു ധനച്ചെലവ് അധികമായിട്ട് വന്നു എന്ന് വരാം. കൂടാതെ വീട് പണിയുന്നതിനോ പുതുക്കി പണിയുന്നതിനോ ഒക്കെയും സാധ്യത കാണുന്നുണ്ട്. ഹെൽത്ത് സംബന്ധമായ ആവശ്യത്തിനായാലും ആയിട്ടും മാതാവിന് വേണ്ടി ആയിട്ടും ഒക്കെ ധന ചിലവാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സന്താനങ്ങളുടെ ആവശ്യത്തിനായിട്ടും പ്രത്യേകിച്ച് ഉന്നത വിദ്യയ്ക്കായിട്ട്, വിവാഹത്തിനായിട്ട്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ധനച്ചെലവ് അധികമായിട്ട് വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ദൂരയാത്ര, തീർത്ഥയാത്ര, ഇതിനൊക്കെയും സാധ്യതയുണ്ട്. ധനച്ചെലവ് ഇതിനൊക്കെ ആയിട്ടും ആവശ്യപ്പെടും. വീട് വിട്ട് ദൂരസ്ഥലത്ത് താമസത്തിനും ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ നിത്യ വരുമാന മാർഗം, ജോലിസ്ഥലം, ഇതിനൊക്കെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ ആവശ്യത്തിനായിട്ട് ധനച്ചെലവുണ്ടാകാം, എന്നാൽ വിദ്യാകാര്യത്തിന് അനുകൂലമാണ്. സ്ത്രീകൾ നിമിത്തമായിട്ട് പല ക്ലേശങ്ങളും, പല ചതിവ് പറ്റുന്നതിനോ അപമാനത്തിനോ ധനനഷ്ടത്തിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സ്വർണം, ധനം തുടങ്ങിയവയൊക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെയും സാധ്യത കാണുന്നു. എന്നാൽ 2-ാം ഭാവമായ കർക്കിടക രാശിയിൽ ഏതെങ്കിലും ഒരു ഗ്രഹം സഞ്ചരിക്കുന്ന കാലം വ്യാഴത്തിന് വിപരീത വേദം ഭവിക്കുകയും ധനനേട്ടം ഉണ്ടാവുകയും ചെയ്യും. അല്ലാത്ത സമയങ്ങളിൽ, അതായത് 2-ാം ഭാവത്തിൽ മറ്റേതെങ്കിലും ഒരു ഗ്രഹം ഇല്ലാതെ വരികയാണെങ്കിൽ ഈ 12-ലെ വ്യാഴം ദോഷം ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഈശ്വരാധീനം കുറയുന്ന കാലമാണ്, പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങൾ. അതുപോലെ വ്യാഴത്തിൻ്റെ നക്ഷത്രമായ പുണർതം, വിശാഖം, പൂരുട്ടാതി, ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും അധിക ചിലവ് ഉണ്ടാകാം. അപ്പോൾ ധന ഇടപാടുകളൊക്കെ ഒന്ന് ഡീൽ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ദോഷ നിവാരണത്തിനായിട്ട് ശ്രീകൃഷ്ണസ്വാമി മഹാവിഷ്ണു ക്ഷേത്രം അഥവാ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളെ ഇവിടെയൊക്കെ ഒരു സഹസ്രനാമാർച്ചന ചെയ്യുന്നത് നല്ലതാണ്. തുളസിമാല ചാർത്തുന്നത്, പിന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ അറ്റ്ലീസ്റ്റ് ക്ഷേത്ര ദർശനം നടത്തുകയെങ്കിലും ചെയ്യുക. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഒരേ സമയത്ത് ചെയ്യുക. അത് വളരെയേറെ ഒരു രക്ഷാ കവചം പോലെ നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാ ദോഷങ്ങൾക്കും ഒരു പരിഹാരമാണ് അത്. ഒരു രക്ഷാ കവചമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും.
ഇതിപ്പോൾ ജപിക്കാൻ ആദ്യമായിട്ട് ജപിക്കുന്നവരാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്നാൽ നാമാവലി എന്ന് ഒരു അധ്യായമുണ്ട്, അത് ജപിച്ചാലും മതി. ഓരോ ലൈനിൽ ഓരോ നാമങ്ങളാണ് മഹാവിഷ്ണുവിൻ്റെ. ഇനി അതും പറ്റില്ലെങ്കിൽ കുറച്ചേ ഉള്ളൂ, വിഷ്ണു അഷ്ടോത്തര ശതം ഇത് ജപിച്ചോ എന്നും, അതും വളരെ നല്ലതാണ്, ദോഷം കുറയാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശുഭമസ്തു. ഓം.